ഓക്കെ, അടുത്ത ടോപ്പിക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഞാൻ കുറച്ച് ബേസ് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കോ, നമ്മളിപ്പോൾ ഒരു കണ്ടക്ടർ എടുക്കണമെന്ന് വിചാരിച്ചു. ഈ കണ്ടക്ടറിനകത്ത് ഇഷ്ടം പോലെ എന്തുണ്ടായിരിക്കും? ആറ്റംസ്. ഓക്കെ, ഇഷ്ടം പോലെ ആറ്റംസ്. ഈ ആറ്റംസ് ചേർന്നായിരിക്കും എന്തുണ്ടാകും? ആറ്റംസ് മോളിക്യൂൾസ് ചേർന്നായിരിക്കും ഈ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടായിട്ടുള്ളത്. ഈ ആറ്റംസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ നോക്കണേ, ഞാൻ ഇവിടെ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ഈ ആറ്റത്തിൽ നിന്ന് നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഷെല്ലിൽ, ഓക്കെ, ഈ ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഇലക്ട്രോണിനെ വിളിക്കുന്ന പേര് വാലൻസ് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോണിന് എന്തെങ്കിലും ടെമ്പറേച്ചറോ റൂം ടെമ്പറേച്ചറോ എന്തെങ്കിലും എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ്റെ പ്രത്യേകത എന്ത് ചെയ്യണം? ഈ ആറ്റത്തിൽ നിന്ന് റിലീസാവും. ഓക്കെ, ഇത്തരത്തിൽ റിലീസാവുന്ന ഈ ഇലക്ട്രോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീ ഇലക്ട്രോൺ. ഫ്രീ ഇലക്ട്രോൺ. ഒരു കണ്ടക്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇഷ്ടം പോലെ എന്തുണ്ടായിരിക്കും? ഫ്രീ ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ലക്ഷക്കണക്കിന് ഫ്രീ ഇലക്ട്രോൺസ് ഒരു കണ്ടക്ടറിനകത്ത് ഉണ്ടായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് നമ്മളിപ്പം സാധാരണ 0 കെൽവിൻ ടെമ്പറേച്ചറിൽ ഇവൻ എന്ത് കാണൂല? എനർജി കാണൂല. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോണിനെ ഞാൻ റൂം ടെമ്പറേച്ചറിലോട്ട് കൊണ്ടുവരും. നമ്മുടെ റൂം ടെമ്പറേച്ചർ ഒരു 32 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ റൂം ടെമ്പറേച്ചറിലോട്ട് കൊണ്ടുവരുമ്പം ഈ കണ്ടക്ടർ, ഈ ചെമ്പ് കമ്പിക്കകത്തുള്ള ഇലക്ട്രോണുകളെല്ലാം എന്ത് ചെയ്യണം? റിലീസാവും. ഈ റിലീസാവുന്ന ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാമോ? റാൻഡം മോഷൻ ആയിരിക്കും. അതായത് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകുന്നെങ്കിൽ വേറൊരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകും. ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ഇവിടെ എടുക്കുന്ന ഫസ്റ്റ് ഇലക്ട്രോണിൻ്റെ എനർജി വെലോസിറ്റി ഞാൻ U1 എടുത്തെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? U2. തേർഡ് ഇലക്ട്രോണിൻ്റെ എന്തായിരിക്കും? U3. ലാസ്റ്റ് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? UN. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെലോസിറ്റി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് വരുവാ? U1 പ്ലസ് U2 പ്ലസ് എക്സെട്ര പ്ലസ് UN/n. ഈ ടോട്ടൽ വെലോസിറ്റി, അതായത് തെർമൽ എനർജി കിട്ടി ഈ ഇലക്ട്രോണിൻ്റെ ടോട്ടൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഇവിടെ നിന്ന് 5 ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകുന്നെങ്കിൽ 5 ഇലക്ട്രോൺ അങ്ങോട്ട് പോകും. എല്ലാം കൂടെ കൂട്ടുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? 0. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നത് വരെ ഇതിൻ്റെ ആവറേജ് തെർമൽ വെലോസിറ്റി എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആപ്ലിക്കേഷനിൽ ഈ ഇലക്ട്രോൺ എന്ത് സംഭവിക്കുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് ഞാൻ ഈ കണ്ടക്ടറിനെ എന്തുമായിട്ട് കണക്ട് ചെയ്തു? ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, V വോൾട്ടേജ് ഉള്ള ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തു. ഈ സെല്ല് ഇവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സെല്ലിൻ്റെ പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ ഇതുവരെ റാൻഡം മോഷൻ ആയിരുന്ന ഈ ഇലക്ട്രോൺ എല്ലാം കൂടെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഒരേ ഡയറക്ഷനിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാൻ തുടങ്ങും. ശരിയല്ലേ? അതായത് ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. ഈ സെല്ലിൻ്റെ പോസിറ്റീവിലോട്ട് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വെലോസിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. ആ വെലോസിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇൻ ദ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രോൺസ് മൂവ്സ് ടുവേർഡ്സ് ദ പോസിറ്റീവ് ടെർമിനൽസ് ഓഫ് ദ സെല്ല്. അതായത് ഇലക്ട്രോൺസ് ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നു. ഈ വെലോസിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. കറണ്ട് മൂവ് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടും. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് എപ്പോഴും സെല്ലിൻ്റെ പോസിറ്റീവിലോട്ടും ആയിരിക്കും. അപ്പോൾ ഇതിന് കാരണമായ ഈ വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത് ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എങ്ങനെ നമുക്ക് ഡെറൈവ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇവിടെ ഞാൻ ഒരു സെല്ല്, ഒരു കണ്ടക്ടർ എടുത്തു. ഈ കണ്ടക്ടർ എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോൺസ് എല്ലാം എങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട്? സെല്ലിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം, ആവറേജ് തെർമൽ വെലോസിറ്റി U എന്തായിരിക്കും? ഇതിൽ 0. ശരിയല്ലേ? ആവറേജ് തെർമൽ വെലോസിറ്റി U എന്താണ്? 0. എപ്പോഴും ആവറേജ് തെർമൽ വെലോസിറ്റി നമ്മൾ നോക്കുന്നത് സെല്ല് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെന്തില്ല? വെലോസിറ്റി ഇല്ല. ആ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി ഒരു ടേം കൂടെ നമുക്ക് ഇവിടെ നോക്കിയിട്ട് പോകാം. റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം ഇത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ടോ ആണ്. റിലാക്സേഷൻ ടൈം ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? ടോ ആണ്. അതായത് റിലാക്സേഷൻ ടൈം ഇത്രയേ ഉള്ളൂ. ഈ കണ്ടക്ടറിനകത്ത് ഇഷ്ടംപോലെ പോസിറ്റീവ് അയോൺസും ഉണ്ട്, ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും. ഈ ഇലക്ട്രോണ് 2 ഇലക്ട്രോണുകൾ തമ്മിൽ കൊളൈഡ് ചെയ്യാൻ എടുക്കുന്ന ആവറേജ് ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിലാക്സേഷൻ ടൈം. ഈ
ഒരു ഇലക്ട്രോൺ ഒരു അയോണിൽ പോയി ഇടിച്ചിട്ട് തൊട്ടടുത്ത് വേറൊരു ഇലക്ട്രോണിൽ പോയി ഇടിക്കണം. ഇതിന് ഇടയിലുള്ള ആവറേജ് ടൈം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇലക്ട്രോണിൻ്റെ ടൈം T1, സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ T2 ആണ്, ലാസ്റ്റ് ഇലക്ട്രോണിൻ്റെ നമുക്ക് Tn എന്നെടുക്കാം, ഡിവൈഡഡ് ബൈ n, ദാറ്റ് ഈസ് ഈക്വൽ ടു ടോ. ഇത് സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്? ടോയാണ്. അപ്പോൾ രണ്ട് ഇലക്ട്രോണുകൾക്കിടയിലുള്ള സക്സസീവ് കൊളിഷൻ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ബേസ് ആയിട്ട് വരുന്നത്. നമുക്ക് ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രോണും നമ്മുടെ ഇതും തമ്മിൽ എന്തുണ്ട്? സെല്ലും തമ്മിലുണ്ട് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. നമ്മൾ പഠിച്ചു സെക്കൻഡ് ചാപ്റ്ററിൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ F = എന്താണ്? QE. ഇവിടെ നമ്മൾ ഇലക്ട്രോൺ ആയതുകൊണ്ട് നമുക്ക് F = എന്തെന്ന് എഴുതാം? -E എന്ന് കൊടുത്ത്, ക്യൂവിന് പകരം കൊടുത്ത് -E. അപ്പോൾ F -E ക്യാപിറ്റൽ E എന്ന് വരും. നമ്മൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് F എന്താണ്? MA ആണ്. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? MA = -E ക്യാപിറ്റൽ. ഓക്കെ, അതിന് നമുക്ക് ആക്സിലറേഷൻ മാത്രം മതി. ആക്സിലറേഷൻ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? A = -E ക്യാപിറ്റൽ E ബൈ M. ഇത് ഓർത്ത് വെച്ചു. ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആക്സിലറേഷൻ ഇക്വേഷൻ നമ്മൾ ഒരിക്കലൂടെ നോക്കുക. ഫോഴ്സിൻ്റെ ഇക്വേഷൻ F QE, അതിൽ നിന്ന് F -E ക്യാപിറ്റൽ E, അതിൽ നിന്ന് എഫിൻ്റെ ഇക്വേഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ MA എന്ന് കൊടുത്തു. അതിന് MA എന്ത് വരുന്നു? -E ക്യാപിറ്റൽ E, അതിന് A -E ക്യാപിറ്റൽ E ഡിവൈഡഡ് ബൈ M. ഇനി നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ഡെറിവ് നോക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഞാൻ VD എന്നാണ് എടുക്കുന്നത്. ഡ്രിഫ്റ്റ് വെലോസിറ്റി VD, അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് ഇക്വേഷൻ ഓഫ് മോഷൻ്റെ ഇക്വേഷനാണ്. VD = U + AT. നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഏതാണ്? VD = U + AT. ഈ ഇക്വേഷനിലോട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കൊടുത്തു നോക്കാം. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് ഞാൻ എന്ത് കൊടുത്തു? VD എന്ന് കൊടുത്തു. U എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനാണ്. ഒരുപാട് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എല്ലാ ആവറേജ് വെലോസിറ്റി U1 + U2 + എക്സെട്ര പ്ലസ് എന്താണ്? UN/n. അപ്പോഴതിനെ നമുക്ക് U എന്ന് കൊടുക്കാം. ഓക്കെ, പ്ലസ് ആക്സിലറേഷന് A എന്ന് കൊടുക്കാം. T എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ടൈം, എല്ലാ ഇലക്ട്രോണിൻ്റെ കൊളിഷൻ എടുക്കുന്ന സമയം, അതിനെല്ലാം കൂടെ നമ്മൾ ഒരു പേരിട്ട് വിളിച്ചു റിലാക്സേഷൻ ടൈം ടോ. അപ്പോൾ VD = U + A ടോ എന്നുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്തു? ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് കിട്ടി. ഇവിടെ നമുക്കറിയാം ആവറേജ് തെർമൽ വെലോസിറ്റി U എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ VD = എന്തെന്ന് കിട്ടി? U + A ടോ എന്ന് കിട്ടി. നമ്മളിവിടെ എയുടെ ഇക്വേഷൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ കിട്ടുന്നു. VD = -E ക്യാപിറ്റൽ E ടോ ബൈ M. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷനാണ് VD = -E ക്യാപിറ്റൽ E ടോ ബൈ M. ഇവിടെ മൈനസ് സൈൻ സൂചിപ്പിക്കുന്നത് എന്താണ്? ഇലക്ട്രോണിൻ്റെ ഡയറക്ഷനാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് കറണ്ടും ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഡയറക്ഷൻ സൂചിപ്പിക്കാനാണ് -E കൊടുക്കുന്നത്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എടുക്കുന്നത്. നമ്മൾ ഈ ഇക്വേഷൻ മാത്രമേ എടുക്കുള്ളൂ. VD = E ക്യാപിറ്റൽ E ടോ ബൈ M. ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി വരുന്നത്. ഒരിക്കൽ കൂടി നോക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെ വന്നത്? F = നമ്മളെടുത്ത ഇക്വേഷൻ QE ആണ്. അതിന് F = -E ക്യാപിറ്റൽ E എന്നെടുത്തു. ഓക്കെ, ന്യൂട്ടൻ്റെ സെക്കൻഡ് അനുസരിച്ച് F = MA ആണ്. MA = -E ക്യാപിറ്റൽ E. അതിന് A മാത്രം നമുക്ക് മതി, E/M. ഇനി ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് എടുത്തത് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷനിലെ ഒരു ഇക്വേഷനാണ്. V = U + AT. അതിൽ Vക്ക് പകരം VD എന്നും U ഇനീഷ്യൽ തെർമൽ എനർജി അത് നമ്മൾ എന്തായിട്ട് എടുത്തു? 0 ആയിട്ട് അസൈൻ ചെയ്തു. ആക്സിലറേഷൻ ഇക്വേഷൻ നേരത്തെ ഉണ്ടാക്കി വെച്ചു, അത് കൊടുത്തു. ഇനി ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? റിലാക്സേഷൻ ടൈം. ഓക്കെ, ഇത്ര എഴുതിയപ്പോൾ നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടി. ഡ്രിഫ്റ്റ് വെലോസിറ്റി VD = -E ക്യാപിറ്റൽ E ടോ ബൈ M. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഈ ചാപ്റ്ററിലെ ഒരു ഡെറിവേഷനാണ്. റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ഞാൻ എടുക്കുന്ന ഒരു കറണ്ട് കണ്ടാണ്. അതിൻ്റെ ലെങ്ത് L ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ
എ ആണ്. കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അതിൻ്റെ ലെങ്ത് എൽ ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്, കറണ്ടാണ് വേണ്ട. കറണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു എന്താണ്, ക്യൂ ബൈ ടി എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ എടുത്തത് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം, ക്യൂ വേണം, ടോട്ടൽ ചാർജ് ക്യൂ. ഓക്കെ, അപ്പോൾ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ഇലക്ട്രോൺ അല്ല ഉള്ളത്, ലക്ഷക്കണക്കിന് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഒരു യൂണിറ്റ് വോളിയം എടുത്തു. ഈ യൂണിറ്റ് വോളിയത്തിലെ ഇലക്ട്രോണിനെ നമുക്ക് എന്തെന്നെടുക്കാം, എൻ എന്നെടുക്കാം, സ്മോൾ ലെറ്റർ. യൂണിറ്റ് വോളിയത്തിലെ നമ്പർ ഓഫ് ഇലക്ട്രോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്മോൾ ലെറ്റർ എൻ. അപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ ചിഹ്നം എന്താണ്, മൈനസ് ഇ ആണ്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റ് വോളിയത്തിലെ നമ്പർ ഓഫ് ഇലക്ട്രോണിനെ എന്തെന്നെടുക്കാം, എൻ ഇ എന്നെടുക്കാം. ഓക്കെ ആണോ? ഒരു ടോട്ടൽ ചാർജ് ക്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുഞ്ഞ് വോളിയം എടുത്തു. ആ യൂണിറ്റ് വോളിയത്തിലെ നമ്പർ ഓഫ് ഇലക്ട്രോണിനാണ് എൻ ഇ എന്ന് പറയുന്നത്. ഇനി ഇതിലെ ടോട്ടൽ ഇലക്ട്രോൺ കാണാനല്ലേ, അത് ടോട്ടൽ മൊത്തം ഇലക്ട്രോൺ കാണാൻ ഈ യൂണിറ്റ് വോളിയത്തിന് അതിൻ്റെ ടോട്ടൽ വോളിയം വെച്ച് എന്ത് ചെയ്താൽ മതി, ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ എൻ ഇ ഇൻറ്റു വോളിയം. നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്, ഏരിയ ഇൻറ്റു ലെങ്ത്. അപ്പോൾ നമുക്ക് ക്യൂ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, എൻ ഇ, ക്യൂ ഈസ് ഈക്വൽ ടു എൻ ഇ എ എൽ. ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ഞാൻ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ് കൺസിഡർ ചെയ്തത്. അതിൻ്റെ ലെങ്ത് എൽ ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് കാണാനുള്ള ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് നമുക്കറിയാം. ഇവിടുത്തെ ടോട്ടൽ ചാർജ് ക്യൂ കാണാൻ വേണ്ടി ഞാൻ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു വോളിയം എടുത്തു. ആ വോളിയത്തിലെ നമ്പർ ഓഫ് ഇലക്ട്രോണിനെയാണ് എൻ ഇ എന്ന് സൂചിപ്പിച്ചത്. അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാൻ ആ എൻ ഇ എന്ത് വെച്ച് ഇൻറ്റു ചെയ്താൽ മതി, വോളിയം വെച്ച് ഇൻറ്റു ചെയ്താൽ മതി. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ഏരിയ ഇൻറ്റു ലെങ്ത്. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു എൻ ഇ എ. നമുക്കിതിന് വേണമെങ്കിൽ നമുക്ക് ഒന്ന് തിരിച്ചിങ്ങനെ എഴുതാം, എൻ എ എൽ ഇ. നാളെ ടോട്ടൽ ചാർജ് നാളെയാണ്, ടോട്ടൽ ചാർജ് നാളെ ഇങ്ങനെ പഠിച്ചാൽ മതി നിങ്ങൾ. ക്യൂ ഈസ് ഈക്വൽ ടു എൻ ഇ എ എൽ നാളെ. ഇത്രയുള്ള പരിപാടി. ഇനി ടൈം, അടുത്ത് വേണ്ട ആളാരാണ്, ടൈം. ക്യൂ ആയി, ഇനി ആര് വേണം, ടൈം വേണം. നമുക്കറിയാം ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, വെലോസിറ്റി ബൈ ഡിസ്റ്റൻസ് ആയിരിക്കും. ടൈം ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ഡിസ്റ്റൻസ്, ശരിയല്ലേ? ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ആണ്. അതുപോലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ കണ്ടക്ടറിൻ്റെ ലെങ്ത് എല്ല്. അപ്പോൾ നമുക്ക് ടൈമിന് പകരം വി ഡി ബൈ എല്ല് കൊടുക്കാം. ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം, അങ്ങനെ ടൈം ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ഡിസ്റ്റൻസ്. ഇവിടുത്തെ വെലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ബൈ എല്ല്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും, ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ക്യൂവിന് പകരം എന്ത് കൊടുക്കാം, എൻ ഇ എ എൽ. ഓക്കെ, എൻ ഇ എ എൽ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്, വി ഡി ബൈ എൽ. ഓക്കെ, ഇത് നമുക്ക് തിരിച്ചിടാം ഇക്വേഷൻ. എല്ലോ എന്ത് ചെയ്യും, വെട്ടിപ്പോവും. എല്ലോ വെട്ടിപ്പോവും, വി ഡി മുകളിൽ പോവും. അങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നത്. ഐ ഈസ് ഈക്വൽ ടു എൻ ഇ എ വി ഡി. ഐ ഈസ് ഈക്വൽ ടു എന്താണ്, എൻ ഇ എ വി ഡി. ഇതാണ് എന്തിൻ്റെ എക്സ്പ്രഷൻ, റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഐ ഈസ് ഈക്വൽ ടു എൻ ഇ എ വി ഡി. ഇത് നമുക്കൊന്ന് വേണമെങ്കിൽ പറയാൻ എളുപ്പത്തിൽ ഇങ്ങനെ കോഡ് പിടിക്കാം. അവൻ, ഐ ഈസ് ഈക്വൽ ടു എന്താണ്, അവൻ, എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, വി ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഈ ഇലക്ട്രോണിൻ്റെ ചാർജ്, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ, യൂണിറ്റ് വോളിയത്തിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ. കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എങ്ങനെയായിരുന്നു, ഐ ഈസ് ഈക്വൽ ടു എൻ ഇ എ വി ഡി. കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള ഇക്വേഷൻ ഇതായിരുന്നു, ഐ ഈസ് ഈക്വൽ ടു എൻ എ വി ഡി. നമുക്ക് ഈ എക്സ്പ്രഷൻ ഒന്നുകൂടെ നമുക്കൊന്ന് മാറ്റി നോക്കാം. നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചത്, വി ഡി ഈസ് ഈക്വൽ ടു മൈനസ് ഇ. വി ഡിയുടെ എക്സ്പ്രഷൻ മാത്രമല്ല, സൈൻ വേണ്ട നമുക്കിവിടെ. വി ഡി ഈസ് ഈക്വൽ ടു ഇ ക്യാപിറ്റൽ ഇ ടോ ബൈ എം. ഈ എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ കൊടുത്തു നോക്കിയാലോ. നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും, ഐ ഈസ് ഈക്വൽ ടു എൻ ഇ എ വി ഡി. ഐ ഈസ് ഈക്വൽ ടു എൻ എ വി ഡി. ഈ വി ഡിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, എൻ ഇ എ. വി ഡിക്ക് പകരം ഇ ക്യാപിറ്റൽ ഇ ടോ ബൈ എം. ഇ ഇൻറ്റു ഇ എന്താണ്, എൻ
ഇ സ്ക്വയർ എ ടോ ബൈ എം. അതുപോലെ തന്നെ ഇയെ ഞാൻ ചെയ്ത് കുറച്ച് വെളിയിലോട്ട് എഴുതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ ഇൻഡ്യൂ ഇരിക്കുന്ന എ ഇപ്പുറത്ത് വരുമ്പോൾ എന്തായിരിക്കും? ഐ ബൈ എ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരും ഐ ബൈ എ. ഇവിടെ ഇൻഡ്യൂ ഇരിക്കുന്ന എ ഇപ്പുറത്ത് വരുമ്പം ഐ ബൈ എ ഈസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടോ ക്യാപിറ്റൽ ഇ ബൈ എം. ഐ ബൈ എ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആരാണ്? ജെ ആണ്. ഐ ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ജെ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ കിട്ടുന്നു ജെ ഈസ് ഈക്വൽ ടു കറണ്ട് ഡെൻസിറ്റി ജെ ഈസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടോ ഇ ബൈ എം. ശരിയല്ലേ? നമ്മൾ ജെക്ക് വേറൊരു ഇക്വേഷൻ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ജെ ഈസ് ഈക്വൽ ടു എന്താണ്? സിഗ്മ ഇ. ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ. ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് ഇവിടെ ജെ ഉണ്ട്, ഇവിടെയും ജെ ഉണ്ട്. ഇവിടെ ഒരു ഇ ഉണ്ട്, ഇവിടെ ഒരു ഇ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും സാധനം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഇക്വേഷൻ ആയിരിക്കും? സിഗ്മയുടെ ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടോ ബൈ എം. സിഗ്മ ഈസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടോ ബൈ എം. ഇനി ഇതിൽ നിന്ന് നമുക്ക് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാമല്ല. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റോ ഈസ് ഈക്വൽ ടു 1 ബൈ സിഗ്മ. റോ ഈസ് ഈക്വൽ ടു 1 ബൈ സിഗ്മ. ഈ ഇക്വേഷൻ എടുത്ത് തിരിച്ചിട്ടാൽ മതി. റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ. റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം. കറണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മുടെ ഇക്വേഷൻ എന്താണ്? എൻ ഇ എ വി ഡി. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ കൊടുക്കുമ്പോൾ എങ്ങനെ വരും? ഐ ഈസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ യു ഇ സ്ക്വയർ ക്യാപിറ്റലി ടോ ബൈ എം എന്ന് വരും. ഇവിടെ എ കൂടെ അല്ലേ. ഈ എ സമത്തിന് ഇപ്പുറം വരുമ്പോൾ എന്താവും? ഐ ബൈ എ ആവും. ഐ ബൈ എ എൻ ഇ സ്ക്വയർ ടോ ക്യാപിറ്റലി ബൈ എം. ഐ ബൈ എ എന്ന് പറഞ്ഞാൽ ആരാണ്? ജെ ആണ്. അപ്പോൾ ജെ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? എൻ ഇ സ്ക്വയർ ടോ ക്യാപിറ്റൽ ഇ ബൈ എം. അപ്പോൾ ജെ ഈസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ നമുക്കിവിടെ കിട്ടുന്നു. ഇനി നമ്മൾ പഠിച്ച വേറൊരു ഇക്വേഷനാണ് ജെ ഈസ് ഈക്വൽ ടു എന്താണ്? സിഗ്മ ഇ. ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ. ഈ രണ്ട് ഇക്വേഷനെ കമ്പയർ ചെയ്യുമ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? എൻ ഇ സ്ക്വയർ ടോ ബൈ എം. സിഗ്മ ഈസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടോ ബൈ എം. നമ്മൾ പഠിച്ചു സിഗ്മ എന്ന് പറഞ്ഞാൽ 1 ബൈ റോ ആണ്. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ്. ശരിയല്ലേ? അങ്ങനെ റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു 1 ബൈ സിഗ്മ. ഈ ഇക്വേഷൻ തിരിച്ചിട്ടാൽ മതി. എം ബൈ എൻ ഇ സ്ക്വയർ ടോ. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ. ഇപ്പോൾ റോ എന്തൊക്കെ കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു? റോ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മാസ്, റോ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ, റോ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇലക്ട്രോണിൻ്റെ ചാർജ്, റോ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടോ റിലാക്സേഷൻ്റെ. ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. റോ ഈസ് ഈക്വൽ ടു റോ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എം ബൈ എൻ ഇ സ്ക്വയർ ടോ. ഇതുപോലെ തന്നെ നമുക്കിവിടെ വേണമെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം. ആർ ഇസ് ഈക്വൽ ടു നമ്മളെ റെസിസ്റ്റൻസ് ഇക്വേഷൻ റോ എൽ ബൈ എ. ഇതല്ലേ റെസിസ്റ്റൻസ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഇവിടെ റോയുടെ സ്ഥാനത്ത് ഈ ഇക്വേഷൻ എടുത്ത് ഇവിടെ കൊടുത്താൽ പോരെ. ഇവിടെ ആർ ഇസ് ഈക്വൽ ടു റോയ്ക്ക് വരുന്നതാണ് എം എൻ ഇ സ്ക്വയർ ടോ ഇൻറ്റു ഇവിടുത്തെ എൽ ബൈ എ. ഇതിവിടെ കൊടുത്ത ഇക്വേഷനിലൂടെ ഒരു എൽ ബൈ എ കൂടെ ഇൻറ്റു ചെയ്താൽ എന്തായി? ആ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇക്വേഷൻ. നമുക്ക് ഒരു ചെറിയ ടോപ്പിക് കൂടെ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ നിർത്താം. മൊബിലിറ്റി. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്? മൊബിലിറ്റി സൂചിപ്പിക്കുന്ന ലെറ്റർ മ്യൂ ആണ്. മൊബിലിറ്റി ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റേഷ്യോ ആണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് എല്ലാ ഇലക്ട്രിക് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ സെയിം ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിരിക്കില്ല. അപ്പോൾ ആ റേഷ്യോ പറയുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൊബിലിറ്റി. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ ആണ് ഇ ക്യാപിറ്റൽ ഇ ടോ ബൈ എം ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇ.
ഇയു എന്ത് ചെയ്യും, വെട്ടിപ്പോവും. അങ്ങനെ മൊബിലിറ്റി മ്യൂ ഈക്വൽ ടു എന്തെന്ന് വരും, ഇ ടോ ബൈ എം. ഇതാണ് മൊബിലിറ്റിയുടെ എക്സ്പ്രഷൻ. ഓക്കെ.